തമിഴകത്തിന്റെ മണ്ണിൽ പുതിയൊരു സൂര്യോദയം. സിനിമ വെള്ളിത്തിരയിലെ വെല്ലുവിളിക്കാനാവാത്ത രാജാവിൽ നിന്ന് തമിഴ്നാടിന്റെ ഭരണ സാരഥ്യത്തിലേക്ക് ദളപതി വിജയ് എന്ന പടനായകൻ നടന്നു കയറുമ്പോൾ അത് ചരിത്രം. ഒരു സിനിമ കാണുന്നത് പോലെ ഏറെ സസ്പെൻസുകൾക്കും ക്ലൈമാക്സിനും ആന്റി ക്ലൈമാക്സിനും ശേഷമാണ് തമിഴ്നാടിന്റെ തലൈവർ എന്ന പദവിയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ജോസഫ് വിജയ് അടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിൽ തമിഴക വെട്രി കഴകത്തിന് കരുത്തേകി വിടുതലൈ ചിരുതൈകൾ കക്ഷി എന്ന VCKയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ ആകെ സീറ്റുകളുടെ എണ്ണം 120 ഉയർന്നു. സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 118 എന്ന കേവല ഭൂരിപക്ഷം ഇതോടെ വിജയ് മറികടക്കുകയായിരുന്നു. നിലവിൽ TVK 107, കോൺഗ്രസ് 5, CPI 2, CPM 2, VCK 2, IUML 2 എന്നിങ്ങനെയാണ് കക്ഷിനില. കന്നി തെരഞ്ഞെടുപ്പ് ഗോധയിൽ തന്നെ എതിരാളികളെ മലർത്തിയടിച്ചുകൊണ്ടാണ് വിജയത്തിന്റെ വിസിൽ മുഴക്കി തമിഴക വെട്രി കഴകത്തിന്റെ മാസ് എൻട്രി. 2021 തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അന്ന് 133 സീറ്റുകൾ തനിച്ചു നേടി സ്റ്റാലിൻ അധികാരത്തിലേറി. DMK സഖ്യം ആകെ 159 സീറ്റുകളാണ് സ്വന്തമാക്കിയത്. അതേസമയം 2026 ആയപ്പോഴേക്കും ഇത്തവണ സ്റ്റാലിന്റെ DMK കേവലം 59 എന്ന സംഖ്യയിലേക്ക് ഒതുങ്ങിപ്പോയി. മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ തന്റെ സിറ്റിംഗ് സീറ്റായ കൊളത്തൂരിൽ പോലും പരാജയപ്പെട്ടു എന്നത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. തിരിച്ചടിയുടെ കാരണങ്ങൾ സ്റ്റാലിൻ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും കുടുംബ രാഷ്ട്രീയത്തിനെതിരായ ജനരോഷവും വോട്ടായി മാറ്റാൻ വിജയിയുടെ തമിഴക വെട്രി കഴകം എന്ന പാർട്ടിക്ക് സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. സിനിമയിലെ താരപ്രഭയേക്കാൾ ഉപരിയായി മാറ്റം ആഗ്രഹിച്ച യുവാക്കളുടെയും സാധാരണക്കാരുടെയും വോട്ടുകൾ TVKയിലേക്ക് കേന്ദ്രീകരിച്ചു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തമിഴ് മണ്ണിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വൻമരങ്ങളെ കടപുഴക്കിയെറിഞ്ഞ് തമിഴ് ജനതയുടെ ഹൃദയം കീഴടക്കിയാണ് വിജയ് ഇന്ന് തന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ഇത് വെറുതെ അങ്ങ് എത്തിയതല്ല. ഇതിന് പിന്നിൽ വിജയുടെ നിശ്ചയദാർഢ്യമുണ്ട്. അതൊരിക്കലും കാണാതെ പോകാനാകില്ല. സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പരിഹാസങ്ങളും രാഷ്ട്രീയ എതിരാളികളുടെ കടുത്ത ആക്രമണങ്ങളുമാണ് വിജയിയെ വരവേറ്റത്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒരുപോലെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും തന്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. പാർട്ടിയുടെ വളർച്ചയ്ക്കിടയിൽ വിജയെയും അണികളെയും ഒരുപോലെ ഉലച്ച ഒന്നായിരുന്നു കരൂർ ദുരന്തം. പാർട്ടി പരിപാടിക്കിടെയുണ്ടായ ആൾക്കൂട്ടത്തിനിടയിൽ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായത് വലിയൊരു പ്രതിസന്ധിയായി. രാഷ്ട്രീയമായി അദ്ദേഹത്തെ തളർത്താൻ ഈ സംഭവം പലരും ആയുധമാക്കി. എന്നാൽ പതറാതെ ആ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് തമിഴ്നാടിന്റെ തലൈവറായി വിജയ് അധികാരത്തിലേക്ക് ഏറാൻ പോകുന്നത്. തമിഴ്നാടിന് ഇത് മാറ്റത്തിന്റെ സമയമാണ്. വിജയ് അധികാരത്തിലേറുന്നതോടെ തമിഴ് രാഷ്ട്രീയത്തിന് പുതിയൊരു മാനം എത്തിച്ചേരും എന്നതിൽ സംശയമില്ല.